കേരളത്തിലെ കോൺഗ്രസ് ഒരു ജംബോ കമ്മിറ്റി ഉണ്ടാക്കി. ആ ജംബോ കമ്മിറ്റി വന്നതിന് ശേഷം പണിയെടുത്ത ഒരുപാട് പേർക്ക് കിട്ടാതെ പോയ സ്ഥാനങ്ങളെക്കുറിച്ച് വലിയൊരു ചർച്ച വന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ KPCC പുനഃസംഘടനയിൽ പ്രതികരണവുമായിട്ട് ഒരുപാട് നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നു. അതിലേറ്റവും പ്രധാനിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ MLA. താനും ഒരു മനുഷ്യനാണെന്നും ചില സാഹചര്യങ്ങളിൽ വിഷമം വരുന്നത് സ്വാഭാവികമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ പറയാനുള്ള കാരണം വലിയൊരു പ്രതിഷേധ കൊടുങ്കാറ്റുമായി ചാണ്ടി ഉമ്മൻ രംഗത്ത് വരുന്നത് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയൊരു വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് തങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു നടന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് കൈകൂപ്പാൻ മാത്രമേ ചാണ്ടി ഉമ്മൻ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ചാണ്ടി ഉമ്മൻ ഈ വിവാദങ്ങളിൽ നിന്ന് മാറുകയാണ്. പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കും. പാർട്ടിയിൽ ജാതിയും മതവുമൊന്നുമില്ല. പാർട്ടിയിലെ പ്രശ്നങ്ങൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളുമായും സംസാരിക്കും. തനിക്ക് തരാനുള്ളതെല്ലാം പാർട്ടി തന്നുവെന്നും തന്നെ MLA ആക്കിയത് ഈ പാർട്ടിയാണെന്നും പറഞ്ഞ് ചാണ്ടി ഉമ്മൻ കൈകൂപ്പുകയാണ്. പാർട്ടിയാണ് തനിക്കെല്ലാം, പാർട്ടിയെല്ലാം തന്നു. 53 വർഷക്കാലം തൻ്റെ പിതാവിനെ ഒരേ സ്ഥലത്ത് MLA ആക്കിയത് ഈ പാർട്ടിയാണ്. എൻ്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടിയാണ്. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്. ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കാം. അത് സ്വാഭാവികമാണ്. പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ ഭാഗം ശരിയാക്കി വെക്കുകയാണ്. പാർട്ടിക്കകത്ത് വ്യക്തിപ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട്, എൻ്റെ പ്രസിഡന്റിനോട്, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങി എല്ലാവരോടും സംസാരിക്കുമെന്നും അതിനകത്ത് വേറെ പരിഗണനകൾക്ക് പ്രാധാന്യമില്ല എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുമ്പോൾ പ്രവർത്തകർക്ക് ആവേശം വരികയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു നേതാവും പാർട്ടിക്കെതിരെ തിരിയാൻ ഒരവസരവും ഉപയോഗിക്കില്ല എന്നുള്ളതാണ് ചാണ്ടി ഉമ്മന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ നിന്നും വ്യക്തമാകുന്നത്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള അതൃപ്തി ചാണ്ടി ഉമ്മൻ പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടു. സംഘടനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട നേതാവാണ് അബിൻ വർക്കി എന്നും പുനഃസംഘടനയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതായിരുന്നുവെന്നുമൊക്കെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് നമ്മൾ കേട്ടു. തനിക്കും സമാനമായ ഒരനുഭവമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തൻ്റെ പിതാവിൻ്റെ 1ാം ഓർമ്മ ദിനത്തിൽ തന്നെ പുറത്താക്കിയ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിലത് പറയാനുണ്ടെന്നും അത് പറയുമെന്നും ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചതാണ്. അങ്ങനെ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ KPCCയുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ചാണ്ടി ഉമ്മൻ പുറത്തുപോയിരുന്നു. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച റാന്നിയിൽ നടന്ന കോൺഗ്രസിൻ്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ പൊതുയോഗത്തിൻ്റെ ഉദ്ഘാടകനായിരുന്നു ചാണ്ടി ഉമ്മൻ. പക്ഷേ ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അത്തരം വലിയ വലിയ നീക്കങ്ങളിലേക്ക് പോയ ചാണ്ടി ഉമ്മന് അപകടം മണത്തിട്ടാകാം ഇപ്പോൾ 100% പാർട്ടിക്ക് കീഴ്പ്പെടുന്നു, വിധേയനാകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് പ്രവർത്തകർക്കും തൻ്റെ നേതൃത്വത്തിനും മുന്നിൽ കൈകൂപ്പി നിന്നത്. ഏതായാലും ഇത് ചാണ്ടി ഉമ്മൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് തന്നെ ഇതൊരു അപകടമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വരും നാളുകളിൽ പാർട്ടിയുടെ കീഴ്വഴക്കങ്ങൾക്കെതിരായി നിൽക്കുന്ന പലർക്കും ഇതൊരു പാഠമാണ് എന്നുള്ളതാണ് ഈ സംഭവം നൽകുന്ന സൂചന.